വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് കുക്കറിൽ ചോറ് വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഉപയോഗിക്കുന്ന കുക്കർ 5 ലിറ്ററിൻ്റെ ഹോക്കിൻസിൻ്റെ കുക്കറാണ് കേട്ടോ. അത് ആണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ പാത്രത്തിൽ ഒരു 3/4 താഴെ വെള്ളം നിറയ്ക്കണം കേട്ടോ. അത് ഞാൻ അങ്ങനെ നിറച്ച് വയ്ക്കുക. പിന്നെ നമുക്ക് എടുക്കാനുള്ള അരി ഞാൻ 3 ഗ്ലാസ് അരിയാണ് ഇതിലിടുന്നത്. ഇതിലൊരു 3.5 4 ഗ്ലാസ് വരെയും ഇടാൻ പറ്റും കേട്ടോ. ഞാൻ 3 ഗ്ലാസ് അരിയാണ് ഇടുന്നത്. അത് നന്നായിട്ട് കഴുകി ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് തിരുമ്മി കഴുകണം. എന്നിട്ട് ആണ് കേട്ടോ ഞാൻ അരി ഇടാൻ പോണത്. അപ്പം ഞാൻ നന്നായിട്ട് കഴുകട്ടെ. പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ കഴുകി അത്രയും നല്ലതാണ്. കാരണം ഒത്തിരി മായങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. അപ്പം നമ്മുടെ ഒരു സേഫിന് അങ്ങനെ കഴുകിയാൽ നല്ലതായിരിക്കും. അങ്ങനെ ഞാനൊരു 3-4 പ്രാവശ്യം ഇതിപ്പോൾ കഴുകി കേട്ടോ. ഇനി ഞാനത് കുക്കറിലേക്ക് ഇടാണ്. കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അരിയും വെള്ളം കൂടി ഒരു 3/4 ഭാഗം മാത്രമേ വരാൻ പാടുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസിൽ കേട്ട് വെള്ളം മുഴുവനും പുറത്ത് വന്ന് അടുപ്പും ഗ്യാസിൻ്റെ ചുറ്റും ചീത്തയാവും, നമ്മുടെ പാത്രവും ചീത്തയാവും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 3/4 ഭാഗത്തോളം അരി വെള്ളം കൂടി പാടുള്ളൂ. അതിന് ശേഷം അത് അടച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കാൻ പോവാണ്. അടുപ്പത്ത് വെക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഇടണം, നമുക്ക് വെക്കാം കേട്ടോ. നല്ല ഫ്ലെയിമിൽ തന്നെ വെക്കാം. കണ്ടോ, ഇത്രയാണ് വെള്ളം എടുത്തത്. അടുപ്പത്തേക്ക് വെച്ചു. ഒരു 15 മിനിറ്റോളം എന്തായാലും ഇത് ഒരു വിസിൽ കേൾക്കാനുള്ള സമയമാവാൻ എടുക്കും. ആ നേരത്തിന് നമുക്ക് മറ്റു പണികളെല്ലാം ചെയ്യാം. പിന്നെ അതങ്ങനെ അവിടെ ഇരുന്ന് ആയിക്കോളും. പിന്നെ നമുക്കതിൻ്റെ വിസിൽ കേൾക്കാറാവുമ്പോഴുള്ള ഒച്ച കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് ഒച്ച കേൾക്കാൻ പറ്റും നമ്മളവിടെ തന്നെ നിന്ന് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ കുറച്ച് നീങ്ങി നിന്നാലും ചെറിയൊരു ഒച്ച വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓടിച്ചെന്ന് നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഫുൾ കുറച്ചിടണം. ഫുൾ കുറച്ചിട്ടതിന് ശേഷം 15 മിനിറ്റ് കഴിയുമ്പോൾ വിസിലിന് ചെറിയ ഒച്ച കേൾക്കും. അത് കഴിഞ്ഞിട്ട് ഫുൾ ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് ഈ അരി അല്പം നല്ല വേവുള്ളതായതുകൊണ്ട് ഞാനൊരു 7 മിനിറ്റോളം ഫുൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് അത് കത്തിക്കുന്നുണ്ട്. വിസിലിങ്ങനെ ഒച്ചയിലിങ്ങനെ കേൾക്കാൻ വേണ്ടി നിൽക്കരുത്, അപ്പം മൊത്തം വെള്ളമൊക്കെ തെറിക്കും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ തീ കുറച്ചിട്ടു. ഒരു 7 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് കുക്കർ മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും എന്തായാലും അതിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ടാവും. അല്ലാതെ നമ്മൾ വിസിൽ കളയരുത്. കളഞ്ഞു കഴിഞ്ഞാൽ ആ വേവ് പാകത്തിനാവില്ല കേട്ടോ. എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഇതിന് കൂടി വന്നാൽ 15 മിനിറ്റ് അത് കേട്ട് വിസിൽ തീ കുറച്ച് നമ്മളൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 7 മിനിറ്റും കൂടി ഇട്ടു. എല്ലാ അരിക്കും ഇത്രയും വേവൊന്നും ഉണ്ടാവില്ല. മട്ടരിക്കും ഒക്കെ ആണെങ്കിൽ ഈ വിസിൽ ചെറുതായിട്ട് കേൾക്കാറാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ടാൽ നമ്മൾ വിസിൽ പോയി കഴിഞ്ഞ് അത് ഊറ്റുമ്പോൾ തന്നെ പാകത്തിനായിരിക്കും. ചില അരികൾക്ക് ഡിഫറൻ്റ് ആയിരിക്കും വേവൊക്കെ. അത് നമുക്ക് ആദ്യം വെക്കുമ്പോൾ മനസ്സിലാവും. എന്തായാലും കുറേ വേവിക്കാൻ നിൽക്കരുത് ആദ്യം. ഇതിപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ വിസിലൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്നിട്ട് ഞാൻ അരിപ്പ പാത്രത്തിലേക്ക് ഞാൻ ബേസിനിൽ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യണം എപ്പോഴും. അതിൻ്റെ അടിയിൽ ഒരു ഇത് വെച്ചിട്ട് വല പോലത്തെ ഒരു ഇത് വെക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാൻഡ് പോലെ വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ ഇത് വെക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇനി ഇതിൽ നിറച്ചും വെള്ളം ഒഴിക്കണം. നന്നായിട്ട് വെള്ളം ഒഴിക്കണം. എന്നിട്ട് മുകളിൽ നിന്ന് തുടങ്ങി ആകെ അങ്ങോട്ട് കുത്തി ഇളക്കരുത്. ഒരു മയത്തിലൊക്കെ ഇളക്കി അതിന് ശേഷം അത് നിറച്ചും വെള്ളമായതിന് ശേഷം നമുക്കത് കുറച്ച് കയ്യിൽ കൊണ്ട് കുറേശ്ശെ എടുത്ത് ഊറ്റാം കേട്ടോ. ഞാൻ കുറച്ച് കയ്യിൽ കൊണ്ട് ഇട്ടതിന് ശേഷം പിന്നെ അങ്ങോട്ട് നമുക്ക് ചെരിച്ച് കമത്താൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് കമത്താൻ പറ്റില്ല. കണ്ട ഞാനൊരു പകുതി കമത്തി. ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അത് ഒന്നും കൂടിയും ആ ചോറ് ആ അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പം എല്ലാം ആയിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. വെള്ളം ചൂടുവെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ വെള്ളം ഒരുവിധം നന്നായിട്ട് ഒഴിക്കണം. ഓക്കെ, ഇപ്പം കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ചോറ് അതിൻ്റെ അടിയിൽ. അപ്പം ഞാൻ അതിലും കൂടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ലാസ്റ്റ് അത് അതിലേക്ക് ഒഴിക്കുകയാണ്. എല്ലാവരും പറയുന്ന കംപ്ലൈൻ്റ് ആണ്, ഇതിൽ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ കട്ടയാവും, വേവ് കൂടും. എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഒരു 25 കൊല്ലത്തോളമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അരി വയ്ക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എല്ലാം ഞാൻ അരിപ്പ് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. നോക്ക്, പാകത്തിന് വേവാണ്, ഒട്ടും വേവ് കൂടിയിട്ടില്ല. നമുക്ക് ആദ്യം വെക്കുമ്പോൾ തന്നെ നമ്മുടെ അരിയുടെ വേവ് ഏകദേശം മനസ്സിലാവും കേട്ടോ. നോക്ക്, അരി കണ്ടോ, എല്ലാം വിട്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആവശ്യത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ ഒത്തിരി കുഴഞ്ഞ പോലെ ചോറാവണത് ഇഷ്ടമല്ല. ഇതാണ് പാകം.
ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഇടാം. എല്ലാവരും അറിയില്ല, ആദ്യമായിട്ട് വെക്കുന്ന പിള്ളേർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ. സമയം ലാഭിക്കാം, ഗ്യാസ് ലാഭിക്കാം, എല്ലാം. ഒരു 17 മിനിറ്റേ വേണ്ടി വരുള്ളൂ വേവാനായിട്ട് ഗ്യാസിൻ്റെ അടുപ്പ്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക്